വെറുപ്പിനെതിരെ എന്ന പ്രമേയത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് 2024 തെരഞ്ഞെടുപ്പ് യുദ്ധത്തെ കണ്ട് കേരളത്തിൻ്റെ തെരുവുകളിൽ നടത്തുന്ന യൂത്ത് മാർച്ചിൻ്റെ കോഴിക്കോട് ജില്ലയിലെ ഇന്നത്തെ ദിവസം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ സാധാരണ പ്രതിപക്ഷ യുവജന സംഘടനകൾ ചെയ്യുന്ന അനുഷ്ഠാനപരമായ ഒരു കർമ്മത്തിനപ്പുറം ഈ രാജ്യം അനുഭവിക്കുന്ന അതിസങ്കീർണമായ ഏറ്റവും നിർണായകമായ ഒരു രാഷ്ട്രീയ സാമൂഹിക പ്രതിസന്ധിയിലൂടെ നമ്മുടെ നാട് കടന്നു പോവുകയാണ്. ആ പ്രശ്നത്തെ ഒരു യുവജന പ്രസ്ഥാനമെന്ന നിലയിൽ ധീരമായി അഭിമുഖീകരിക്കുക എന്ന ലക്ഷ്യമാണ് യൂത്ത് മാർച്ച് ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം. കോഴിക്കോട് ജില്ലയിൽ പ്രിയപ്പെട്ട മിഷബ് കീഴരിയൂറും യൂത്ത് ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷൻ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട മൊയ്തീൻ കോയയും പ്രിയപ്പെട്ട KMA റഷീദും ജാഫർ സാദിഖും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന വേദിയിൽ എൻ്റെ പ്രിയ സഹപ്രവർത്തകൻ യൂത്ത് ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി സാജിദ് നടുവണ്ണൂരുണ്ട്, മറ്റു നേതാക്കളുണ്ട്. അവർ നേതൃത്വം കൊടുക്കുന്ന ഈ രാഷ്ട്രീയ ധർമ്മം ഇതാരെയും ഭയപ്പെടുത്താനോ അവകാശവാദങ്ങൾ ഉന്നയിക്കാനോ അല്ല. മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ എവിടെയും ഞങ്ങൾ അപകർഷതാബോധത്തെ പ്രചരിപ്പിക്കാറില്ല. ആത്മസംഘർഷത്തെ, ഭയത്തെ പ്രസരണം ചെയ്യാറില്ല. യൂത്ത് മാർച്ചിൻ്റെ ഈ സന്ദേശം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട യൂത്ത് ലീഗിൻ്റെ ഈ സാരഥികളെ വരവേൽക്കുന്ന, അഭിവാദ്യം ചെയ്യുന്ന ജനങ്ങളെ നിങ്ങൾ ഭയപ്പെടണ്ട എന്ന് പറയാനാണ്. ജനങ്ങളൊക്കെ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു കാലത്ത് ഒരു രാഷ്ട്രീയ നേതൃത്വം ചെയ്യേണ്ട കർമ്മം എന്താണ്? ഭയചകിതരായി നിൽക്കുന്ന ജനങ്ങളെ കൂടുതൽ കൂടുതൽ ഭയപ്പെടുത്തുകയല്ല, അവരെ ആ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ്. നമ്മുടെ മുമ്പിൽ പ്രതിസന്ധികളേറെയുണ്ട്, പ്രയാസങ്ങളേറെയുണ്ട്. പക്ഷേ ആ പ്രയാസങ്ങളെ മുറിച്ചു കടക്കുമെന്ന ആത്മവിശ്വാസത്തെ യൂത്ത് ലീഗിൻ്റെ യൂത്ത് മാർച്ച് പങ്കുവെക്കുകയാണ്. ലോകം ഇവിടെ അവസാനിക്കുന്നില്ല. എല്ലാ അമാവാസികൾക്കപ്പുറം പൗർണമിയുടെ ദിനരാത്രങ്ങൾ വരാനുണ്ടേ എന്ന ശുഭവാർത്തയാണ് യൂത്ത് ലീഗ് ഈ പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെ നടത്തുന്നത്. പക്ഷേ വർത്തമാനകാല ജീവിതത്തിൽ നമ്മൾ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് ജാഗ്രതാവുക എന്നത് ജനാധിപത്യ പ്രതലത്തിലെ ഒരു പൗരൻ എക്യുപ്പഡവലാണ്, അവൻ ആയുധമണിയലാണ്. അങ്ങനെ വരുമ്പോൾ ഭരണകൂടങ്ങളെ ഞങ്ങൾ വിചാരണ ചെയ്യും. രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കൾ, ജനാധിപത്യത്തിലെ ഭരണകർത്താക്കൾ, ചക്രവർത്തിമാർ ചമയുമ്പോൾ പൗരന്മാരാകേണ്ടുന്ന ജനങ്ങളെ പ്രജകളായി പരിഗണിക്കുന്ന ഒരു സംസ്ഥാന ഭരണകൂടവും അതിൻ്റെ മുകളിലൂടെ ഒരു കാരവനും കടന്നു പോകുമ്പോൾ ഈ നാട്ടിലെ പോലീസിനെയും അധികാരികളെയും ഭയപ്പെട്ടു നിൽക്കാതെ നെഞ്ചുപിരിച്ച് രാജാവേ നിങ്ങൾ നഗ്നനാണ് എന്ന് നട്ടല്ലോടെ പറയുന്ന ഒരു ആദർശ യൗവനത്തിൻ്റെ പേരായി മുസ്ലിം യൂത്ത് ലീഗിനെ കാലമടയാളപ്പെടുത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അപദാനങ്ങൾ പാടുന്നവർക്ക് പാടാം, ആശീർവാദങ്ങൾ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം. പക്ഷേ ജനാധിപത്യത്തിലെ ഏറ്റവും ക്രിയാത്മകമായ, നിർമ്മാണാത്മകമായ പ്രതിപക്ഷം, കൺസ്ട്രക്റ്റീവ് ഓപ്പോസിഷൻ ആൻഡ് ക്രിയേറ്റീവ് ഓപ്പോസിഷൻ, ഞങ്ങളതിനെ പ്രതിരോധിക്കും. കേരളത്തിൻ്റെ ഭരണകൂടത്തെ പ്രതിരോധിക്കുമ്പോൾ കേവലമായ ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിരോധമല്ല, ഒരു നൈതിക വ്യവസ്ഥിതിയെ, ഒരു മാനവികാശയ സമുച്ചയത്തെ, മതത്തിൻ്റെ പ്രതലത്തിൽ നിന്ന് വിശ്വാസത്തിൻ്റെ പ്രതലത്തിൽ കമ്മ്യൂണിസത്തോട് ഞങ്ങൾക്ക് സംവാദമുണ്ട്. പക്ഷേ കാൾ മാർക്സ് ചേഞ്ച്ഡ് ദ കോഴ്സ് ഓഫ് ഹിസ്റ്ററി. മാനവിക ചരിത്രത്തിൻ്റെ ഗതിവിഗതികളെ തിരിച്ചുവിട്ട മഹാചരിത്ര പുരുഷനാണ് കാൾ മാർക്സ് എന്ന ചരിത്രപരമായ സത്യസന്ധതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള സംവാദമാണ് യൂത്ത് ലീഗ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രത്തിൻ്റെ നൈതിക വ്യവസ്ഥിതിയിൽ നിന്ന് ഭരണം നടത്തുന്ന കേരളത്തിൻ്റെ ഭരണകൂടത്തോട് ആശയ സംവാദത്തിൻ്റെ യുദ്ധമുഖവും യൂത്ത് ലീഗ് തുറന്നു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് ടെർമിനോളജിയിൽ, ഞാൻ സമയമില്ല, നമുക്ക് പെട്ടെന്ന് കാര്യത്തിലേക്ക് പോകാം. കമ്മ്യൂണിസ്റ്റ് ടെർമിനോളജിയിൽ
തെരുവുകളിൽ എൻ്റെ പ്രിയപ്പെട്ട ഇടതുപക്ഷ സുഹൃത്തുക്കളുണ്ടോ? ഈ ലൈവ് കാണുന്നുണ്ടോ? നിങ്ങൾ ഞങ്ങളുടെ ഈ പരിസരത്തുണ്ടോ? പ്രഖ്യാപിതമായ പാരമ്പര്യശീലത്തിലുള്ള രാഷ്ട്രീയ വിദ്വേഷങ്ങൾക്കപ്പുറം ഹൃദയം തുറന്ന് നമുക്ക് സംവദിക്കാം. ഇടതുപക്ഷ സുഹൃത്തുക്കളെ, എവിടെയാണ് നിങ്ങളുടെ നിഘണ്ടുവിലേക്ക് പ്രമുഖൻ എന്ന പദം കടന്നു വന്നത്? ഇടതുപക്ഷ സുഹൃത്തുക്കളെ, എവിടെയാണ് നിങ്ങളുടെ പദാവലികളിൽ പൗരപ്രമുഖൻ എന്ന ടെർമിനോളജി കടന്നു വന്നത്? പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഈ അപജയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇത് പറയുന്നുണ്ട്: അതിബുദ്ധിമാന്മാർ അധികാരമേറ്റാൽ തൊഴിലാളി വർഗം, അതിബുദ്ധിമാന്മാർ അധികാരമേറി. പിണറായി വിജയന്റെ ഈ കാലത്തെക്കുറിച്ച് വളരെ കൃത്യമായി ഇടതുപക്ഷത്തിന്റെ ആശയ ലോകത്ത് നിന്ന് തൻ്റെ 70കളുടെ ക്ഷുഭിത യൗവനത്തെ രേഖപ്പെടുത്തിയ ബാലചന്ദ്രൻ ചുള്ളിക്കാട് നിങ്ങളുടെ ആയുധങ്ങൾ വെച്ചുകൊണ്ട് തന്നെ യൂത്ത് ലീഗ് ഇതിനെ വിചാരണ ചെയ്യുന്നു. ഞങ്ങളുടെ സങ്കേതങ്ങൾ വെച്ചിട്ടല്ല. കേരളത്തിന്റെ 70കളുടെ ക്ഷുഭിത യൗവനത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജിയെ വെച്ച് അന്നത്തെ യൗവനത്തെ രേഖപ്പെടുത്തിയ കേരളത്തിന്റെ മലയാളിയുടെ പ്രബുദ്ധതയുടെ ഒരു യൗവനത്തിന്റെ പ്രതീകത്തെ ഞങ്ങൾ ഭൂതകാലത്തിൽ നിന്ന് പറിച്ചെടുക്കുന്നു. ആ പേജിന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന് ഞങ്ങൾ പേര് നൽകുന്നു. അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട്: അതിബുദ്ധിമാന്മാർ അധികാരമേറി. അതിബുദ്ധിമാന്മാർ ഭയങ്കര ബുദ്ധിയാണ്. കേരളത്തിന്റെ ഏതേതു ഡീലിന്റെയും അപ്പുറത്ത് ഏതാണ് ഈ ബുദ്ധി? ആ ബുദ്ധി ഭരിക്കാനുള്ള ബുദ്ധിയല്ല, ജനക്ഷേമത്തിന്റെ ബുദ്ധിയല്ല. ആധുനിക കേരളത്തിന്റെ സാംസ്കാരിക അടയാളം കഥകളിത്തലയല്ല. ആധുനിക കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക അടയാളം മറിയക്കുട്ടിയുടെ പിച്ചച്ചട്ടിയായി മാറിയ കാലത്താണ് യൂത്ത് ലീഗ് യുവജന മാർച്ചുമായി തെരുവിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇവരുടെ അതിബുദ്ധിയൊന്നും ഭരിക്കാനും ജനങ്ങൾക്ക് ക്ഷേമത്തിനും വേണ്ടിയിട്ടല്ല. എന്താണ് ഇവരുടെ അതിബുദ്ധി? തൊഴിലാളി വർഗത്തിന്റെ പേരിൽ അധികാരത്തിന്റെ സോപാനങ്ങളിൽ, അധികാരത്തിന്റെ ഉത്തുംഗതയിൽ വിരാജിക്കുക. അതിബുദ്ധിമാന്മാർ അധികാരമേറി. തൊഴിലാളി വർഗം അധികാരമേറ്റാൽ അവരായി പിന്നെ അധികാരി വർഗം. അധികാരമപ്പോൾ തൊഴിലായി മാറും. ചുള്ളിക്കാട് പറയട്ടെ, അധികാരമപ്പോൾ തൊഴിലായി മാറും. ഭരിക്കുന്നത് പ്രൊഫഷനാണ്, ഭരിക്കുന്നത് തൊഴിലായി മാറുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ മുമ്പിലൂടെയാണ് യൂത്ത് ലീഗ് പോകുന്നത്. അതിനുള്ള കൂലി അധികാരി വാങ്ങും. തൊഴിലാളിയുടെ കെയർ ഓഫിൽ നടത്തുന്ന ഈ ഭരണം ഗൗരിയമ്മയെ പ്രതീകമായി വെച്ചുകൊണ്ട് ഹൃദയാവർജകമായി ബാലചന്ദ്രൻ ചുള്ളിക്കാട് പാടുകയാണ്: മതി ഗൗരിയമ്മേ, കൊടി താഴെ വെക്കാം, ഒരു പട്ടുടുക്കാം, ഒരു മുണ്ടുടുക്കാം. ഗൗരിയമ്മ തൻ്റെ പാർട്ടിക്ക് വേണ്ടി ചെയ്ത ത്യാഗം ഞാൻ പറയണ്ടല്ലോ. ഇവിടെ തലമുതിർന്ന ആളുകളുണ്ട്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ദിനചര്യകളെ തൻ്റെ യൗവനകാലത്ത് വീക്ഷിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട കാരണവന്മാരെ, കേരളത്തിൻ്റെ തെരുവുകളിൽ, ഞങ്ങളിപ്പോൾ യൂത്ത് മാർച്ച് എഴുതി വെച്ച തെരുവുകളിൽ കേരം തിങ്ങും കേരള നാട്, KR ഗൗരി ഭരിച്ചിടുമെന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ സ്വപ്നലോകത്തെ കൊണ്ടുപോയ ഒരു കാലം നിങ്ങൾ ഓർക്കുന്നില്ലേ? കേരളത്തിൻ്റെ പോലീസിൻ്റെ ലാത്തിക്ക് പ്രജനന ശേഷി ഉണ്ടായിരുന്നുവെങ്കിൽ KR ഗൗരിയമ്മ ലാത്തിക്കുഞ്ഞുങ്ങളെ പ്രസവിക്കുമായിരുന്നു. അതിനേക്കാൾ വലിയ വർത്തമാനം ഗൗരിയമ്മയുടെ പാർട്ടിക്ക് വേണ്ടിയുള്ള ത്യാഗത്തെക്കുറിച്ച് പറയേണ്ടതില്ല. ഈ കാരവൻ ഇങ്ങനെ ഒഴിഞ്ഞു നീങ്ങുമ്പോൾ, ചക്രവർത്തിയുടെ മുഖ്യമന്ത്രി ഇറങ്ങുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സൈബർ ഇടങ്ങൾ എങ്ങനെയാണ് ഇതിനെ പ്രചരിപ്പിക്കുന്നത്? ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിനകത്തേക്ക് ഒരു ഭരണാധികാരി ഇറങ്ങി വരുന്നതല്ല, പിന്നെയോ ഒരു നാട്ടുരാജാവിലേക്ക് പ്രജകളെ കാണാൻ ചക്രവർത്തിയുടെ എഴുന്നള്ളിപ്പാണ്. ചക്രവർത്തി തിരുമനസിന്റെ എഴുന്നള്ളിപ്പ് നടക്കുമ്പോൾ പള്ളിക്കൂടങ്ങൾ തുറക്കരുതേ, ആർഡർ. രാജശാസനയാണ്. ചെണ്ട കൊട്ടി പെരുമ്പറ മുഴക്കി പ്രഖ്യാപിക്കുകയാണ്: കുട്ടികളെ, പള്ളിക്കൂടത്തിലേക്ക് പോകരുതേ, ചക്രവർത്തി എഴുന്നള്ളുന്നു. അങ്ങനെ ചക്രവർത്തി തിരുമനസിന്റെ എഴുന്നള്ളൽ നടക്കുമ്പോ ആരുടെ ചെലവിലാണിത്? ആരുടെ കെയർ ഓഫിലാണിത്? അധികാരമേറാൻ തൊഴിലാളി വർഗം, തൊഴിലാളി എന്നും തൊഴിലാളി മാത്രം അറിയേണ്ട ബുദ്ധി അറിയാതെ പോയാൽ ഇനി ഗൗരിയമ്മേ കരയാതെ വയ്യ. തൻ്റെ യൗവനം പാർട്ടി വിളർന്നപ്പോൾ ഭർത്താവിൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ പാർട്ടിയുടെ തിട്ടൂരത്തിന് വേണ്ടി കാത്തുനിന്ന കേരളത്തിൻ്റെ ഒരു പ്രതീകത്തെ വെച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ അപജയത്തെക്കുറിച്ച് ബാലചന്ദ്രൻ ചുള്ളിക്കാട് കവിത എഴുതിയത്. മതി ഗൗരിയമ്മേ, കൊടി താഴെ വെക്കാം, ഒരു പട്ടുടുക്കാം, മുടികെട്ടഴിക്കാം, ഉടവാളഴിക്കാം,
കൊടുങ്ങല്ലൂർ ചെന്നാൽ ഒരു കാവ് തീണ്ടാമെന്ന് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കവിത ചൊല്ലുന്നത് ഏതു കാലത്തെക്കുറിച്ചാണ്? ഈ കാലത്തെക്കുറിച്ചാണ്. ആ കാലത്തിലൂടെയാണ്, ആ കാലത്തിൻ്റെ അശ്ലീലമായ ആഭാസത്തിൻ്റെ എഴുന്നള്ളിപ്പാണ് കേരളത്തിൻ്റെ തെരുവുകളിലൂടെ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ 52 ലക്ഷം പേര് പെൻഷന് വേണ്ടി ക്യൂവിലാണ്. യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ച്, ഇടതുപക്ഷ സുഹൃത്തുക്കളെ, ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപദാനങ്ങൾ കഴിഞ്ഞോ? നിങ്ങളുടെ പാട്ടുകൾ കഴിഞ്ഞോ? നിങ്ങളുടെ പ്രകീർത്തനങ്ങൾ കഴിഞ്ഞോ? മുഖ്യമന്ത്രിക്ക് വേണ്ടി നിങ്ങളുടെ കമന്റ് ബോക്സുകളിൽ നിറഞ്ഞാടുന്നത് തീർന്നു കഴിഞ്ഞാൽ യൂത്ത് ലീഗ് യൂത്ത് മാർച്ചിന്റെ ഈ പന്തലിൽ, ഈ രാത്രിയുടെ അന്തരീക്ഷത്തിൽ വാർദ്ധക്യത്തിന്റെ കഷ്ടപ്പാടുകളിലൂടെ വീട്ടിന്റെ ചാരുകസേരയിൽ മലർന്നു കിടന്ന്, ഞങ്ങൾ സംസാരിക്കുന്നത് കുറ്റ്യാടിയിലാണ്, കോഴിക്കോട്ടാണ്. നമ്മളെ ഇവിടുത്തെ ഈ പ്രവാസികൾ നിർമ്മിച്ചെടുത്ത ജീവിതത്തിന്റെ സമ്പന്നതയുടെ മനോഹാരിതയുടെ നടുവിൽ നിന്ന് ഇത് പറയുമ്പോൾ എത്ര പേർക്ക് മനസ്സിലാകുമെന്നറിയില്ല. പക്ഷേ കുറ്റ്യാടിയിൽ നിന്ന് യൂത്ത് ലീഗ് സംസാരിക്കുന്നത് കുറ്റ്യാടിയോടല്ല, പ്രബുദ്ധ മലയാളിയോടാണ്. കുറ്റ്യാടിയിൽ നിന്ന് യൂത്ത് ലീഗ് സംസാരിക്കുന്നത് കശ്മീരിനോടാണ്. കുറ്റ്യാടിയിൽ നിന്ന് യൂത്ത് ലീഗ് സംസാരിക്കുന്നത് കന്യാകുമാരിയോടാണ്. അതുകൊണ്ടാണ് വെറുപ്പിനെതിരെ എന്ന് ഞങ്ങൾ പറയുന്നത്. ഇത് പഞ്ചായത്തിലെ പിടിപ്പുകേടിനെതിരെയുള്ള മാർച്ചിന്റെ സമാപനമല്ല. ഇത് രാജ്യത്തിന്റെ സംസ്ഥാനവും കേന്ദ്രവും ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ കൈവിട്ട കളിക്കെതിരെ, ഞാൻ നേരത്തെ പറഞ്ഞ ചാരുകസേരയിൽ നീണ്ടു നിവർത്ത് കിടക്കുന്ന വൃദ്ധന്റെ, വയോവൃദ്ധരുടെ വിലാപങ്ങളില്ലേ? ഗൗരി മറിയക്കുട്ടി ഒരു പ്രതീകം മാത്രമാണ്. ആ വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുടെ നെടുവീർപ്പിന്റെ മുമ്പിൽ യൂത്ത് ലീഗ് ഒരു ഐക്യദാർഢ്യം അറിയിച്ച് പ്രിയപ്പെട്ട മിഷ്ഹബ് കടന്നു പോകുന്നു. പ്രിയപ്പെട്ട മൊയ്തീൻ കോയയും സഹപ്രവർത്തകരും കടന്നു പോകുന്നു. അതാണ് യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ച് എന്ന് പറയുന്നത്. 52 ലക്ഷം പേര് ക്യൂവിൽ നിൽക്കുന്നത് യൂത്ത് ലീഗ് കാണുകയാണ്. ചോർന്നലിക്കാത്ത കൂരക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന 5 ലക്ഷം പേർ. പിണറായിയുടെ മാതൃക കേരളത്തിലുണ്ട് എന്ന് നിങ്ങൾ അറിയണം. PR ക്യാമ്പിനെ നിർത്തി. ഏതാണ് ഈ PR ക്യാമ്പ്? യോഗി ആദിത്യനാഥിന് വേണ്ടി പബ്ലിക് റിലേഷൻ ക്യാമ്പയിൻ നടത്തിയ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് PR ഏജൻസിയെ, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് PR ഏജൻസിയെ പിണറായി ഇറക്കുന്നു. ഇപ്പൊ മോഡിയിൽ നിന്നൊരു കണക്ക് കിട്ടുന്നു നമുക്ക്. ഏതാണ് കണക്ക്? ഡൊണാൾഡ് ട്രംപിന്റെ PR ഏജൻസിയെ അമേരിക്കയിൽ നിന്ന് ഇറക്കുന്നു ഇന്ത്യയിലേക്ക്. മോഡിക്ക് പഠിക്കുന്ന പിണറായി ഡൽഹിയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും യോഗിക്കും അമിത്ഷാക്കും മോദിക്കും വേണ്ടി PR നടത്തുന്ന PR ഏജൻസിയെ കേരളത്തിലേക്ക് നടത്തുന്നു. നിങ്ങൾക്ക് മാർക്ക് സുക്കർബർഗിന്റെ ഫേസ്ബുക്ക് വേണോ? ദേശാഭിമാനി പത്രമുണ്ടാക്കാൻ, നിങ്ങളുടെ പാർട്ടിയുടെ സന്നാഹങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ ഈ പാർട്ടിയെ, ഏത് മണ്ണാ? ഞാൻ വടകര ഇറങ്ങിയിട്ടാ പോരുന്നത്. വടകര എന്ന് പറയുമ്പോൾ വടകരയുടെ പോലീസ് സ്റ്റേഷന്റെ അകത്ത് വരച്ചു വെച്ച കമ്മ്യൂണിസ്റ്റ് സഖാവിന്റെ കരൾ ചോരയിൽ നിന്ന് വരച്ചു വെച്ച അരിവാൾ ചുറ്റിക നക്ഷത്രം കാണുന്നില്ലേ? ഈ വടകരയിലൂടെ നിറഞ്ഞൊഴുകിയ പിണറായിയുടെ കാരവാൻ അത് കാണുന്നില്ലേ എന്ന ചോദ്യം ഇടതുപക്ഷ സുഹൃത്തുക്കളെ നിങ്ങൾ ചോദിക്കേണ്ടതാണ്. നിങ്ങൾ ആ ചോദ്യം ചോദിക്കാത്തത് കൊണ്ട് ആ ചോദ്യം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചോദിക്കുകയാണ്. ഒരു 5 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഇന്ത്യയിൽ അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം മ്യൂസിയത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം മ്യൂസിയത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്ത്യ അതിൻ്റെ രാഷ്ട്രീയ കാഴ്ച ബംഗ്ലാവിലേക്ക് ഞങ്ങൾ അതിനാഘോഷിക്കുന്നില്ല. ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, ഞങ്ങൾക്ക് സങ്കടമുണ്ട്. യൂത്ത് ലീഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിചാരണ ചെയ്യുമ്പോൾ, CPM-നെ ചോദ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഇക്വേഷനിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകണം എന്ന രാഷ്ട്രീയമായ വിവേകത്തെയും ഞങ്ങൾ ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ മാത്രമേ നമ്മുടെ ജനാധിപത്യത്തിന്റെ ബഹുസ്വരത പൂർണ്ണമാകൂ എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ. അതുകൊണ്ടാണ് സാധാരണക്കാരന്റെ എല്ലാ അടയാളങ്ങളും അസ്തമിച്ചു പോകുമ്പോ KSRTC നിന്നു പോകുന്നു. എന്താ KSRTC? ഇതൊരു ബസ്സാണോ? അതൊരു ട്രാൻസ്പോർട്ടേഷന്റെ മീൻസ് ആണോ? അല്ല, അത് കേരളത്തിന്റെ മൊബിലിറ്റിയാണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. 3,35 ലക്ഷം ജനങ്ങളാണ് ഒരു ദിവസം KSRTCയിൽ യാത്ര ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മൊബിലിറ്റിയാണ് KSRTC എന്ന് പറയുന്നത്. ആ KSRTCക്ക് ശമ്പളം കൊടുക്കാതെ പൂട്ടുമ്പോ ഇതേതു ഭരണകൂടം? ഇതാർക്കു വേണ്ടിയുള്ള ഭരണകൂടം എന്ന് ഞങ്ങൾ ചോദിക്കട്ടെ. എല്ലാ കമ്മീഷന്റെയും എല്ലാ ഡീലിന്റെയും അപ്പുറത്ത് വീണ വിജയനെ കാണുന്നത് ഒരു യാദൃശ്ചികതയാണോ ഇടതുപക്ഷ സുഹൃത്തുക്കളെ? അതൊരു യാദൃശ്ചികതയാണോ?
ഞാൻ വരുന്നത് മലപ്പുറത്ത് നിന്നാണ്. മലപ്പുറത്ത് ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ അയൽപ്പക്കത്ത് ലോകത്തിന് കമ്മ്യൂണിസത്തിന്റെ ആചാര്യനെ ദാനം ചെയ്ത മുഖ്യമന്ത്രിയായിരിക്കുമ്പോ ഭാര്യ ആര്യ അന്തർജനം ഒരു പട്ടുടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. ഒരു പട്ടുടുക്കാൻ വേണ്ടി 3.5 കോടി മലയാളിയുടെ വികസനത്തിന്റെ ഡെവലപ്മെന്റിന്റെ അജണ്ടയെ ഒരു ഡീലായി കാണുകയും ആ ഡീലിനെ കർണാടകയിലെ ബംഗളൂരു മെട്രോപൊളിറ്റൻ പട്ടണത്തിലെ കോർപ്പറേറ്റ് ഓഫീസിൽ മൾട്ടിനാഷണൽ കമ്പനിയുടെ സിഇഒയുടെ ശരീരഭാഷയോടെ കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിന്റെ കുഞ്ചിക സ്ഥാനത്തെ നിയന്ത്രിക്കുന്ന പിണറായിയുടെ പുത്രകളത്രാദികളോട് ഞങ്ങളൊരു ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്നു. EMSന്റെ ഭാര്യ ആര്യ അന്തർജനം എനിക്കൊരു സാരി വേണം എന്ന് EMSനോട് പറയുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് EMS. സാരി വേണം എന്ന് പറയുമ്പോൾ ഏതാ EMSന്റെ മനയെന്നറിയോ നിങ്ങൾ? അദ്ദേഹത്തിന്റെ കുടുംബപരമായി ഉണ്ടായിരുന്ന സമ്പാദ്യം ഒരു കാക്ക പറന്നുപോയാൽ EMSന്റെ തറവാട് ഉൾപ്പെടുന്ന വയലേലയിലൂടെ ഒരു കാക്ക പറന്നുപോയാൽ ആ കാക്കയുടെ ചിറക് തളരുവോളം പറക്കാനുണ്ടായിരുന്നു. അത്രമേൽ വയലുകൾ ഉണ്ടായിരുന്നു. ഒരു മരച്ചില്ലയിൽ ഒരു കാക്ക കിരിക്കാൻ പറ്റാത്ത അത്ര വിശാലമായി കിടന്ന വയലേലയുടെ ഉടമസ്ഥനായിരുന്ന EMS. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ ഭാര്യയ്ക്ക് ഒരു സാരി വേണമെന്ന് പറഞ്ഞപ്പോൾ ടെക്സ്റ്റൈലിൽ നിന്ന് സാരി വാങ്ങാൻ വേണ്ടി ഭാര്യയ്ക്ക് കൊടുക്കുകയാണ് ഒരു കവർ. ആ കവർ അവിടെ കൊടുത്താൽ മതി, അത് വാങ്ങിക്കോ എന്നാണ് പറഞ്ഞത്. ഭാര്യ വിചാരിച്ചു, ആര്യ അന്തർജനം വിചാരിച്ചു ഇത് പൈസയായിരിക്കുമെന്ന്. അത് ആ ടെക്സ്റ്റൈലുകാരനുള്ള കുറിപ്പായിരുന്നു, ഒരു കത്തായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് ഒരു സാരി കൊടുക്കണം, ഇപ്പോൾ പൈസ ഇല്ല, അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ നിങ്ങളുടെ സാരിയുടെ പണം കടം ഞാൻ തന്നു വീട്ടാം എന്ന് പറഞ്ഞ ഒരു ആചാര്യൻ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഈ കാരവാനിൽ നിറഞ്ഞൊഴുകുന്ന മന്ത്രിപ്പടയെ ഓർമ്മിപ്പിക്കാനാണ് ദുർഭരണത്തിനെതിരെ ഇന്ന് മുസ്ലിം യൂത്ത് ലീഗ് ക്യാമ്പയിൻ വെക്കുന്നത്. അപ്പം ഞങ്ങളെ വികസനം പഠിപ്പിക്കുകയാണ് നിങ്ങൾ എല്ലാ വികസനം. ഞാൻ പിണറായി വിജയൻ വീടാന്തരം കൊടുത്ത കത്തിൻ്റെ കുറിപ്പ് എനിക്കൊരു വീട്ടിൽ നിന്ന് കിട്ടിയപ്പോൾ ഞാൻ വായിച്ചു. എന്താ ഇപ്പോൾ ഇതിൽ പറഞ്ഞു? അസാധ്യമായതൊക്കെ സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി പറയാണ് ഇംപോസിബിൾ ഈസ് നത്തിങ്. ഞാനിങ്ങനെ ആലോചിച്ചു, എന്താണ് ഇപ്പോൾ സാധ്യമായത്? കേരളത്തിൽ നടക്കില്ല എന്ന്, നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞതൊക്കെ നടന്നു കഴിഞ്ഞു. എന്നിട്ട് ഉദാഹരണം പറയുന്നുണ്ട്. ഒന്ന് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയാണ്, മറ്റൊന്ന് വിഴിഞ്ഞം പോർട്ടാണ്. ഇങ്ങനൊക്കെ പറയാൻ കണ്ടാമൃഗത്തിൻ്റെ ചർമ്മ സൗഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ സംസാരിക്കാൻ പറ്റൂ. ആരാണ് വിഴിഞ്ഞം പദ്ധതി നടക്കില്ല എന്ന് പറഞ്ഞത്? ആരാണ് കേരളത്തിൻ്റെ വികസന പദ്ധതികളുടെ മുമ്പിൽ ഉടക്ക് വെച്ചത്? ഞാൻ ഞങ്ങളുടെ ഇടതുപക്ഷ സുഹൃത്തുക്കളോട് ചോദിക്കുകയാണ്, ആരാണ്? ഞങ്ങൾ വെറുപ്പ് പറയാണോ? ഞങ്ങൾ അധികാരത്തിന്റെ പുറത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഇറിറ്റേഷൻ, ഒരു ആത്മസംഘർഷം പ്രകടിപ്പിക്കുകയാണോ? അല്ല. ഈ വർത്തമാനം ലീഗിന് വേണ്ടിയല്ല. ഇത് ഞങ്ങളെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൊട്ടേഷൻ ഏൽപ്പിച്ചതല്ല. ഇത് പാണക്കാട് തങ്ങൾ പറഞ്ഞയച്ചതല്ല. യൂത്ത് മാർച്ചിന്റെ പതാക പ്രിയപ്പെട്ട മിഷബും പ്രിയപ്പെട്ട മൊയ്തീൻ കോയയും നെഞ്ചത്ത് വെച്ചിരിക്കുന്നത് ഈ കുറ്റ്യാടിയുടെ പുരുഷാരമേ കേൾക്കണേ, ഞങ്ങളുടെ മാതൃപ്രസ്ഥാനമായ ലീഗിന് വേണ്ടിയല്ല, അതിൻ്റെ നേതാക്കൾക്ക് വേണ്ടിയല്ല, മാതൃപ്രസ്ഥാനത്തിന്റെ പാർട്ട്ണർ മുന്നണിയായ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയല്ല, ജീവിതത്തിൽ ഇന്നുവരെ ലീഗ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യാത്ത ഇവിടുത്തെ പൗരജനങ്ങളെ നിങ്ങളുടെ അഭിഭാഷകരും നിങ്ങളുടെ വക്കീലന്മാരും നിങ്ങൾക്ക് വേണ്ടി ന്യായം പറയാനും ഇറങ്ങി നിൽക്കുന്ന ചെറുപ്പത്തിന്റെ പേരാണ് മുസ്ലിം യൂത്ത് ലീഗ് എന്ന് യൂത്ത് മാർച്ചിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്, ഇത് ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കണക്കുകൾ വെച്ച് നിങ്ങളോട് സംസാരിക്കേണ്ടി വരുന്നത്. കേരളത്തിന്റെ മുഴുവൻ ഡെവലപ്മെന്റും നിങ്ങൾ പഠിക്ക്. വിഴിഞ്ഞം പദ്ധതി എങ്ങനെയാണ് ഒരു പോർട്ട് വരിക എന്ന് പറയുമ്പോൾ, തിരുവനന്തപുരത്ത് ഒരു പോർട്ട് വരുമ്പോൾ കുറ്റ്യാടിക്കാരൻ നമ്മളെന്തിന്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊബിലിറ്റിയാണ്. ലോകം മുഴുവൻ ഒരു ആഗോള ഗ്രാമമായി മാറിക്കഴിഞ്ഞ ഒരു കാലമാണ്. വീട്ടിൽ നിന്ന് അങ്ങാടിയിൽ വന്ന് സാധനങ്ങൾ വാങ്ങുന്നതിന് പകരം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഓർഡർ ചെയ്ത് വീട്ടിൽ കാത്തിരിക്കുന്ന ഒരു പുതിയ തലമുറ ജീവിക്കുകയാണ്. അങ്ങനെ ഒരു കാലത്ത് ഈ മൂവ്മെന്റുകൾ എങ്ങനെയാണ് നടക്കേണ്ടത്? വിമാനം വഴി നടക്കില്ല, അത് പോർട്ടുകളാണ്. ഒരു നാട്ടിൽ ഒരു പോർട്ട് വരിക എന്ന് പറഞ്ഞാൽ ആ നാടിന്റെ വികസനത്തിന്റെ, മനുഷ്യ വിഭവ വികസനത്തിന്റെ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ആധാരമാണ്. അതുകൊണ്ടാണ് വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചത്. അതുകൊണ്ടാണ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചത്. നമ്മുടെ കുട്ടികൾ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ വന്നപ്പോൾ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പരമ്പരാഗതമായി
കുട്ടികളൊക്കെ പോയിരുന്ന ബികോമിന് പകരം BA പകരം BSc പകരം ലോജിസ്റ്റിക്സ് പഠിക്കാൻ. നിങ്ങളുടെ വടകരയിലെ റെയിൽവേ സ്റ്റേഷനിൽ കോട്ടണിഞ്ഞു നിൽക്കുന്ന കുട്ടികളോട് നിങ്ങൾ ചോദിക്ക്, അവർ പരമ്പരാഗത കോഴ്സുകളല്ല പഠിക്കുക, ലോജിസ്റ്റിക്സ് ആണ്. എങ്ങനെയാണ് കേരളത്തിന്റെ വിദ്യാർത്ഥികളുടെ സിലബസിലേക്കും അവരുടെ ആലോചനയിലേക്കും അജണ്ടയിലേക്കും കരിയർ ഓപ്ഷനായി ലോജിസ്റ്റിക്സ് കടന്നു വന്നത്? ആ ലോജിസ്റ്റിക്സ് കടന്നു വരുന്നത് ഇതുപോലുള്ള ഭരണകൂടത്തിന്റെ നയങ്ങളാണ്. ഒരു നാട് ഭരിക്കുന്ന ഭരണകൂടം ആലോചിക്കേണ്ടത് ഫ്യൂച്ചർ ജനറേഷനെ കുറിച്ചാണ്, ഭാവിയെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ അന്നന്നത്തെ കാര്യങ്ങൾ തനിക്കും തന്റെ കുട്ടികൾക്കും കെട്ടിയോൾക്കും പുത്രിക്കും പുത്രനും മരുമോൻക്കും കാര്യം നടത്താനുള്ള ഏർപ്പാടായി ആരെങ്കിലും ഭരണകൂടത്തെ കാണുന്നുണ്ടെങ്കിൽ ആ ഭരണകൂടത്തിനെതിരെ നിരന്തരമായ പോരാട്ടം നടത്തുക എന്നതാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ തീരുമാനമെന്ന് യൂത്ത് മാർച്ചിൽ ആവർത്തിച്ചു പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വിദ്യാഭ്യാസ രംഗം ഞാൻ പറയണ്ടല്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ കടന്നുപോയ കൊല്ലം ഇക്കൊല്ലമാണ്, കഴിഞ്ഞ കൊല്ലമാണ് ഏറ്റവും കൂടുതൽ. കേരളത്തിൽ ആരും പഠിക്കാൻ നിൽക്കുന്നില്ല. എന്താ കാരണം? എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഒരിടത്ത് ഷംസീറിന്റെ ഭാര്യ, വേറൊരിടത്ത് രാകേഷിന്റെ ഭാര്യ, വേറൊരിടത്ത് രാജീവന്റെ ഭാര്യ, മറ്റൊരിടത്ത് രാജേഷിന്റെ ഭാര്യ. കേരളത്തിലെ കുട്ടികൾ തീരുമാനിച്ചിരിക്കുന്നു, MLA-മാരുടെയും മന്ത്രിമാരുടെയും ഭാര്യമാര് ഞങ്ങളെ പഠിപ്പിക്കണ്ട, ഞങ്ങളെ പ്രൊഫസർമാർ പഠിപ്പിച്ചാൽ മതി. കേരളത്തിന്റെ സർവകലാശാലകളിൽ ഇപ്പോൾ പ്രൊഫസർ നിയമനമല്ല നടക്കുന്നത്, ഭാര്യ നിയമനമാണ്, ബന്ധു നിയമനമാണ്. അതുകൊണ്ട് കുട്ടികൾ IELTS-ഉം TOEFL-ഉം എഴുതി വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നു. യൂത്ത് മാർച്ച് ഞങ്ങൾ നടത്തണ്ടേ? ദുർഭരണത്തിനെതിരെ ഞങ്ങൾ ഉത്തരവാദിത്തമുള്ള റെസ്പോൺസിബിൾ യൂത്ത് ഓർഗനൈസേഷൻ എന്ന നിലയിൽ ഞങ്ങൾ ഇതിനെതിരെ വിരൽ ചൂണ്ടേണ്ടതല്ലേ? കേരളത്തിന് ചിറകു കൊടുത്തു ഞങ്ങൾ. കണ്ണൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആലോചന എന്ന് പറഞ്ഞത് അത് രൂപപ്പെടുത്തിയതാണ്, അത് ട്രാക്ക് ഇട്ടതാണ്, അവിടെ ചിറകു കൊടുത്തതാണ്. കമ്മ്യൂണിസ്റ്റുകാരന്റെ ആലോചന ഇൻഡിഗോ വിമാനത്താവളത്തിൽ പറഞ്ഞ സമയത്തിന് എത്താത്തതിന്റെ പേരിൽ, പ്രോട്ടോകോൾ പാലിക്കാത്തതിന്റെ പേരിൽ വിമാനത്തിന്റെ അധികൃതർ കലഹിക്കുകയും ഞാനും കുടുംബവും ഇനി ഇൻഡിഗോ വിമാനത്തിൽ പറക്കില്ല. കണ്ണൂരിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ്, ഞാനിനി ഇൻഡിഗോ വിമാനത്തിൽ പറക്കില്ല എന്ന് അവർ പറയുകയാണ്. അങ്ങനെ കേരളത്തിന്റെ ഡെവലപ്മെന്റിന്റെ പിന്നിലെ ചാലക ശക്തി ഞങ്ങളായിരുന്നു. കൊച്ചി മെട്രോ നിങ്ങൾ ഉദ്ഘാടനം ചെയ്തു, ഞങ്ങളാണ് അതിന്റെ ശില്പികൾ, ആധുനിക കേരളത്തിന്റെ ശില്പികൾ. രണ്ടു കേരളമാണ്. മലയാളി ജീവിക്കുന്ന കാലം കോഴിക്കോട് ജില്ലയിൽ എന്നല്ലേ നമ്മൾ സംസാരിക്കുന്നത്. ഈ നാടിന് എന്തൊക്കെ ചരിത്രമുണ്ട്. വെറുപ്പിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് നിന്ന് സംസാരിക്കേണ്ട മണ്ണിതല്ലേ? 1034 രൂപം കൊണ്ട കോഴിക്കോട് നഗരം, സമൂതിരി രാജവംശത്തിന്റെ നഗരം, മതസൗഹൃദത്തിന്റെ നഗരം, സത്യത്തിന്റെ നഗരം, സ്നേഹത്തിന്റെ നഗരം, വ്യാപാര വാണിജ്യത്തിന്റെ കൊടുക്കലുകളുടെ നഗരം. കോഴിക്കോട്ടൊരു തുറമുഖം രൂപപ്പെടുമ്പോ അറബിക്കടൽ ഉണ്ടായതുകൊണ്ടാണോ? അറബിക്കടൽ എത്ര സ്ഥലത്തുണ്ട്? തുറമുഖങ്ങൾ രൂപപ്പെട്ടതിന്റെ ചരിത്രം പഠിക്കുമ്പോൾ കോഴിക്കോടിന്റെ തുറമുഖത്തെക്കുറിച്ച് കൗതുകമുള്ളൊരു വസ്തുത നമ്മുടെ ആലോചനയിൽ വരേണ്ടതാണ്. പശ്ചിമ തീരത്ത് നിന്ന് വീശുന്ന കാറ്റിനും കോളിനും അനുസരിച്ച് കപ്പലുകൾക്ക് തീരമണയാൻ പറ്റും. അൽ ബറൂനി രേഖപ്പെടുത്തി. ഇബ്നു ബത്തൂത്ത കടന്നുപോയി. ലോകത്തിലെ സഞ്ചാരികളൊക്കെ ഈ നഗരത്തിൽ അവരുടെ കാൽപ്പാടുകളുണ്ട്. അവർ പറഞ്ഞു, കോഴിക്കോട് പക്ഷേ പശ്ചിമ തീരത്തെ കാറ്റ് മാത്രമല്ല, കപ്പൽ അടുപ്പിക്കാനുള്ള സൗകര്യം മാത്രമല്ല, പിന്നെയോ പൊളിറ്റിക്കൽ സെക്യൂരിറ്റിയാണ്, സോഷ്യൽ സെക്യൂരിറ്റിയാണ്. കോഴിക്കോട്ടിന്റെ കടൽ തീരത്ത് എത്ര സ്നേഹമുള്ള ജനങ്ങൾ, ആതിഥ്യമാണ്, ഹോസ്പിറ്റാലിറ്റിയാണ്, കടന്നു വരിക, സുസ്വാഗതം എന്നെഴുതി വെച്ച ബാനറാണ്. സ്നേഹത്തിന്റെ ആതിഥ്യമാണ് കോഴിക്കോടിനെ ഒരു തുറമുഖമായി രേഖപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ ആതിഥ്യത്തിന്റെ ഈ നഗരത്തിൽ നിന്ന്, ഇൻക്ലൂസീവിന്റെ ഈ നഗരത്തിൽ നിന്ന് എക്സ്ക്ലൂസീവിന്റെ രാഷ്ട്രീയത്തിനെതിരെ യൂത്ത് ലീഗ് വിരൽ ചൂണ്ടുകയാണ്. ഇൻക്ലൂസീവിന്റെ ഈ നഗരം എക്സ്ക്ലൂസീവിന്റെ രാഷ്ട്രീയത്തെ നമ്മൾ ഇവിടെ നിന്ന് പുറന്തള്ളുകയാണ്. അങ്ങനെ പുറന്തള്ളുമ്പോൾ വെറുപ്പിന്റെ രാഷ്ട്രീയം ഇടപെടുന്നു. എന്തിലൊക്കെ ഇടപെടുന്നു? രാഷ്ട്രീയമായ അവരുടെ രാഷ്ട്രീയമായ ഇടപെടൽ കേവലമായ ഇടപെടലാണോ? പേരുമാറ്റത്തിന്റെ പ്രതീകങ്ങളെ കൊണ്ട് രാജ്യത്തെ ഇന്ത്യയിൽ നിന്ന് ഭാരതത്തിലേക്ക് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നു. എന്താണ് പേരുമാറ്റത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്? ഇന്ത്യയിൽ നിന്ന് ഭാരതത്തിലേക്ക് പോകുമ്പോ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയാണെങ്കിൽ ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന ഗുണ്ടയാണ്. ഇന്ത്യയുടെ ദാർശനികൻ രവീന്ദ്രനാഥ ടാഗോർ ആണെങ്കിൽ ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് എന്ന് പറയുന്നത് ആരാണ്? VD സവർക്കർ എന്ന ഭീരുവാണ്. ബ്രിട്ടീഷുകാരന്റെ ഷൂ നക്കിയ രാജ്യത്തിലെ ഏറ്റവും വലിയ ഭീരുവായ മനുഷ്യനെ
ഭാരതം ആഘോഷിക്കാൻ പോവുകയാണ്. അങ്ങനെ ഭാഷയുടെ പേരിൽ, പേരിന്റെ പേരിൽ, പ്രതീകത്തിന്റെ പേരിൽ നാടിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അലീഗഡ് ഹരിഗഡാകാൻ പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ബോംബെയിൽ നിന്ന് ലീഗിന്റെ മീറ്റിംഗ് കഴിഞ്ഞ് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ സംഘപരിവാറുകാരനാണ്. ഞാൻ ചോദിച്ചു എവിടുന്നാണെന്ന്. ഓ പറഞ്ഞു എന്നോട് ഞാൻ പ്രയാഗ്രാജ്. ആപ് കഹാ സേ എന്ന് ചോദിച്ചപ്പോ പ്രയാഗ്രാജ് സെ മേരാ ഗാവ് പ്രയാഗ്രാജ് മേ. അപ്പൊ ഞാൻ ഒരു നിമിഷം കൺഫ്യൂഷനായി. നിരന്തരമായി രാജ്യത്ത് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ കൺഫ്യൂഷൻ ആകാൻ പാടില്ല. പക്ഷേ പ്രയാഗ്രാജ് ഒരു പേരുമാറ്റത്തിന്റെ പുതിയ അടയാളമാണ്. അഹമ്മദാബാദ് എന്ന നഗരമാണ്, അലഹാബാദ് എന്ന നഗരമാണ് ഇപ്പോൾ പ്രയാഗ്രാജായി മാറിയിരിക്കുന്നത്. അഹമ്മദാബാദ് കർണാവതി എന്ന പേര് മാറ്റിയിരിക്കുന്നു. പിന്നെയോ ഫൈസാബാദ് ശ്രീ അയോധ്യയായി പേര് മാറിയിരിക്കുന്നു. അങ്ങനെ പേര് മാറ്റുമ്പോ മാറ്റേണ്ട പേരിലൊന്ന് അമിത് ഷായുടെ പേരുമാണ്. ആ പേര് പേർഷ്യൻ പദത്തിൽ നിന്നാണ്, ഉറുദു ഭാഷയിൽ നിന്ന് വന്ന പദമാണ് അമിത് ഷാ എന്ന പദം. പിന്നെ മാറ്റേണ്ട പേര് ഗുജറാത്ത് എന്ന പേരാണ്. ഗുജറാത്ത് സാൻസ്ക്രിറ്റ് അല്ല, ദേവനാഗരിയല്ല. പിന്നെയോ ഗുജറാത്ത് എന്ന പദം ഹിന്ദിയുമല്ല, ഗുജറാത്ത് പേർഷ്യനാണ്. മോഡിയോട്, അമിത് ഷായോട് വെറുപ്പിന്റെ തത്വശാസ്ത്രം വിളമ്പുമ്പോ മുസ്ലിം യൂത്ത് ലീഗ് വെറുപ്പിനെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോ മിസ്റ്റർ അമിത് ഷാ താങ്കളുടെ കൂടെ പേര് മാറ്റിയേക്കുക. ഒരു സംസ്കാരത്തോടും ഒരു ഭാഷയോടുമുള്ള വിദ്വേഷം നിങ്ങൾ നയിക്കുന്നുവെങ്കിൽ സ്വന്തം ആധാർ കാർഡിലെയും ഐഡന്റിറ്റി കാർഡിലെയും പേര് മാറ്റാൻ നിങ്ങൾ ഒരുക്കമാണോ എന്ന് യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ചിൽ വിദ്വേഷത്തിനെതിരെ ഞങ്ങൾ പ്രതികരിക്കുമ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യമാണ്. അങ്ങനെ ഈ നാട് നഷ്ടപ്പെടുകയാണ്. നമുക്ക് നഷ്ടപ്പെട്ട നാടിനെ നമുക്ക് തിരിച്ചു പിടിക്കണം. ക്ലാസ് മുറികൾ നമുക്ക് നഷ്ടപ്പെടുന്നു. ഇന്ത്യ നമുക്ക് മറ്റു പലതും പോലെ ഒരു ബിരിയാണി രാഷ്ട്രം കൂടിയാണ്. ഭക്ഷണത്തിന്റെ ഇന്ത്യ, ഭക്ഷണത്തിന്റെ വൈവിധ്യത്തിന്റെ ഇന്ത്യ. ഇന്ത്യ നമുക്ക് മറ്റു പലതും പോലെ ഒരു ബിരിയാണി രാഷ്ട്രം കൂടിയായിരുന്നു. കായിക്കാന്റെ ബിരിയാണി, കരീംസിലെ ബിരിയാണി, ഹൈദരാബാദിലെ ബിരിയാണി. വിശക്കുന്ന മനുഷ്യ ബിരിയാണി ഭക്ഷിക്കൂ, അതൊരായുധമാണ്. അവർ അത് ചെയ്തേക്കും. മീററ്റിൽ, അഹമ്മദാബാദിൽ, വാരണാസിയിൽ, കൊൽക്കത്തയിൽ, ദില്ലിയിൽ, ചെന്നൈയിൽ ബിരിയാണി തിന്നാൻ അനുവദിക്കാതെ പാകിസ്ഥാനിലാക്കി നാടുകടത്തും. തലശ്ശേരിയിലെ, കോഴിക്കോട്ടെ, ഫോർട്ട് കൊച്ചിയിലെ പഴക്കമുള്ള ബിരിയാണി ചെമ്പുകളെ അവർ ബോംബ് വെച്ച് തകർത്തേക്കും. വിശക്കുന്ന മനുഷ്യ ബിരിയാണി ഭക്ഷിക്കൂ, അതൊരായുധമാണ് എന്ന് ഇന്ത്യയുടെ തെരുവിൽ നിന്ന് സംസാരിക്കേണ്ടി വരികയാണ് നമുക്ക്. മലയാളത്തിന്റെ കവി കായിക്കാന്റെ ബിരിയാണി, നമുക്ക് കോഴിക്കോട്ട് നിന്ന് റഹ്മത്തിലെ ബിരിയാണി എന്ന കവിതയെ തിരുത്താം. റഹ്മത്തിലെ ബിരിയാണി ഇന്ത്യയുടെ ഭൂപടം നിങ്ങൾ ഭിത്തിയിൽ വെക്ക്. കാശ്മീർ, കന്യാകുമാരി, ഗുജറാത്ത്, ഹരിയാന എന്നത് സംസ്ഥാനത്തിന്റെ അടയാളങ്ങളിലൂടെ ഇന്ത്യയെ ഭൂപടത്തെ തിരിച്ചറിയുന്നതാണ്. പക്ഷേ ഭക്ഷണത്തിലൂടെ ഇന്ത്യയുടെ ഭൂപടത്തെ തിരിച്ചറിയാൻ പറ്റും. കായിക്കാന്റെ ബിരിയാണി, റഹ്മത്തിലെ ബിരിയാണി എന്ന് പറഞ്ഞാൽ അത് സൗത്ത് ഇന്ത്യയാണ്. കരീംസിലെ ബിരിയാണി എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിന്റെ തലസ്ഥാന നഗരമാണ്. ഹൈദരാബാദ് ബിരിയാണി, ഡൽഹി സന്ദർശിക്കാൻ വന്ന പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പർവേസ് മുഷറഫ് ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റിൽ അദ്ദേഹത്തിന്റെ ഷെഡ്യൂളിൽ ഒരിനം ഹൈദരാബാദ് ബിരിയാണി കഴിക്കലായിരുന്നു. ഇന്ത്യയിലേക്ക് എത്ര മനുഷ്യരാണ് ഹൈദരാബാദ് ബിരിയാണി കഴിക്കാൻ വരുന്നത്? പക്ഷേ ഭക്ഷണപാത്രത്തിൽ ഇടപെടുന്നൊരു ഭരണകൂടം പറയുന്നു, ഭക്ഷണം അങ്ങനെ ബിരിയാണി കഴിച്ചാൽ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് പുതിയ കാലത്ത് വെറുപ്പിനെതിരെ യൂത്ത് ലീഗ് സംസാരിക്കുമ്പോൾ ഞങ്ങൾ തെരുവിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, വിശക്കുന്ന മനുഷ്യ കയ്യുതിൽ പുസ്തകമെടുക്കൂ എന്ന് കവിതയെ ഞങ്ങൾ തിരുത്തുകുത്തുകയാണ്. വിശക്കുന്ന മനുഷ്യ ബിരിയാണി ഭക്ഷിക്കൂ, അതൊരായുധമാണ് എന്ന് മുസ്ലിം യൂത്ത് ലീഗ് തിരിച്ചറിയുമ്പോൾ ഭക്ഷണത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുകയാണ്. നമ്മൾ കണ്ടില്ലേ, ഉത്തർപ്രദേശിലെ ക്ലാസ് മുറിയിൽ നിന്ന് ഒരു കുഞ്ഞു വാവയെ മുഖത്തടിക്കുകയാണ്. കിത്തന ബെച്ച് മുഹമ്മദും ബെച്ചോം എന്നൊരു ടീച്ചർ ചോദിക്കുകയാണ്, ഈ ക്ലാസ്സിൽ മുഹമ്മദീയരായ കുട്ടികൾ എത്ര പേരാണ് എന്ന് ചോദിക്കുകയാണ്. പുതിയ അധ്യയന വർഷത്തിൽ മത്തായി മാഷ് ഇനി ഉണ്ടാവില്ല. മുറിമീശയും സൂട്ടും കോട്ടിട്ട പുതിയൊരു മാഷാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നിട്ടുള്ളത്. കവി ആശങ്കപ്പെടുകയാണ്. പുതിയ അധ്യയന വർഷത്തിൽ ഇനി മത്തായി മാഷ് ഉണ്ടാകില്ല. പിന്നെ ആരാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നത്? പുതിയ കോട്ടും സൂട്ടുമിട്ട പുതിയൊരു മാഷാണ് കണക്ക് പഠിപ്പിക്കാൻ വന്നത്. ജർമ്മൻ ഭാഷയിലായിരുന്നു. മനസ്സിലാകുന്നില്ല എന്ന് പറയാൻ ആർക്കും ധൈര്യമില്ല. ഞങ്ങളുടെ ക്ലാസ്സിലെ മത്തായി മാഷക്ക് പകരം ഒരു പുതിയ മാഷ് വന്നിരിക്കുന്നു. മുറിമീശയാണ്, കോട്ടും സൂട്ടുമാണ്, ക്ലാസ് എടുക്കുന്നത് ജർമ്മൻ ഭാഷയിലാണ്. മനസ്സിലാകുന്നില്ല എന്ന് പറയാൻ ആർക്കും ധൈര്യമില്ല. മലയാളം പഠിപ്പിക്കാൻ നീലകണ്ഠൻ മാഷ് വന്നില്ല. ആ പീരിയഡിൽ ഞങ്ങളെ ഒരാൾ ഗ്രനേഡ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. മലയാളം പഠിപ്പിക്കാൻ നീലകണ്ഠൻ മാഷ് വന്നില്ല. ആ പീരിയഡിൽ ഞങ്ങളെ
ഗ്രനേഡ് ഉണ്ടാക്കാൻ ഒരാൾ പഠിപ്പിച്ചു. ഇറ്റലിക്കാരനായ ഒരു തടിയനാണ്. ഇനി ഇങ്ങനെ വന്നു പെട്ടാൽ ഹെഡ്മാസ്റ്ററോട് പരാതി പറയാൻ പറ്റുമോ? പറ്റൂല. ഇറ്റലിക്കാരനായ ഒരു തടിയനാണ് പുതിയ ഹെഡ്മാസ്റ്റർ. അയാൾ നിറച്ച റിവോൾവറുമായി വരാന്തയിൽ ഉലാത്തിക്കൊണ്ടിരിക്കുന്നു. ഇറ്റലിക്കാരനായ തടിയനായ ഒരാളാണ് ഞങ്ങളുടെ ഹെഡ്മാസ്റ്റർ. അയാൾ നിറച്ച റിവോൾവറുമായി വരാന്തയിൽ അലഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നു. ഉത്തർപ്രദേശിൽ ആ കുഞ്ഞു വാവയെ അടിച്ച ക്ലാസ് മുറി ഉണ്ടല്ലോ, ഏതാണ് ആ ക്ലാസ് മുറി? വെറുപ്പിനെതിരെ യൂത്ത് ലീഗ് സംസാരിക്കുമ്പോൾ പറയട്ടെ, RSS ആസൂത്രണം ചെയ്ത അവരുടെ ആലോചനയിലുള്ള ഒരു ഹിന്ദു രാഷ്ട്രമുണ്ടല്ലോ, ആ ഹിന്ദു രാഷ്ട്രമാണ് ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിലെ ആ ക്ലാസ് മുറി എന്ന് പറയുന്നത്. അങ്ങനെ പാഠപുസ്തകത്തിലൂടെ, സ്ഥലമാറ്റത്തിലൂടെ, മോബ് ലിഞ്ചിങ്ങിലൂടെ, ഭക്ഷണത്തിലൂടെ, വേഷത്തിലൂടെ, നിങ്ങളുടെ വേഷം കണ്ടാൽ അറിയാം നിങ്ങൾ ആരാണ് എന്ന്. കർഷക സമരം നടക്കുമ്പോ കർഷക സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവൻ സിക്കുകാരനാണെന്നതിനാൽ, സിക്കുകാരന്റെ തലയിൽ ശിരോവസ്ത്രമുണ്ടെന്നതിനാൽ പറയുന്നു പ്രധാനമന്ത്രി, നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങൾ ഖലിസ്ഥാൻ തീവ്രവാദികളാണ്. രാജ്യം കണ്ട ഏറ്റവും വലിയ കർഷക സമരത്തിന്റെ കൂടെ പൗരത്വ നിഷേധത്തിനെതിരെയുള്ള സമരം നടന്നു. അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു, നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങളുടെ തലയിലെ തട്ടം കാണുന്നതിലൂടെ എന്ന് പറഞ്ഞ് പൗരത്വ സമരം പാകിസ്ഥാന്റെ പട്ടികയിൽ, കർഷക സമരം ഖലിസ്ഥാന്റെ പട്ടികയിൽ പെടുത്തി. ഈ രാജ്യത്തിന്റെ ഭരണകൂടം അതിന്റെ സ്വന്തം ജനതയെ വേട്ടയാടാൻ ഇറങ്ങുമ്പോ നിശബ്ദരായി, നിരാശരായി. ഞങ്ങൾ രണ്ടു പക്ഷത്തുമില്ല. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. രണ്ട് എക്സ്ട്രീമിലേക്കും ഞങ്ങൾ പോകുന്നില്ല. സൈലൻസ് ഈസ് ദ ക്രൈം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തിനാണ് യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ച്? എന്തിനാണ് ഈ ചെറുപ്പക്കാർ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്? ഈ കാലത്ത് അവനവന്റെ പണി നോക്കി പോകുന്നവരെ, അവനവന്റെ തൊഴിൽ മാത്രം അഭിരമിക്കുന്നവരെ, അവനവന്റെ ജോലിയിൽ മാത്രം അടയിരിക്കുന്നവരെ നിങ്ങൾ ചെയ്യുന്നത് ഒരു സോഷ്യൽ ക്രൈമാണ് എന്ന് പറയട്ടെ. യൂത്ത് ലീഗിന്റെ സമരത്തെ അഭിവാദ്യം ചെയ്യാതെ, ഞങ്ങളുടെ സമരത്തിന്റെ തത്വത്തോട് മനസ്സുകൊണ്ടൊന്നും ചേർന്ന് നിൽക്കാതെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മാരകമായ മാനസിക രോഗം നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കാഴ്ചക്ക് രാഷ്ട്രീയമായ, സാമൂഹികമായ അന്ധത ബാധിച്ചിട്ടുണ്ട് എന്ന ആരോപണം ഉന്നയിക്കാൻ യൂത്ത് ലീഗ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് സൈലൻസ് ഈസ് ദ ക്രൈം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിശബ്ദത ഒരു സാമൂഹിക അപരാധമാണ്. ആ വശത്തേക്ക് ഞങ്ങളില്ല, മറുവശത്തേക്ക് ഞങ്ങളില്ല. ഏതാണത്? നിരാശപ്പെട്ട്, ആത്മസംഘർഷത്തിൽപ്പെട്ട്, സങ്കടത്തിൽപ്പെട്ട് ഞങ്ങൾ അവരെ കുറ്റപ്പെടുത്തൂല. അങ്ങനെ സങ്കടപ്പെടുന്നവരെ, ഞാനിപ്പോ വരുന്നത് കാസർകോട്ട് നിന്നാണ്, മൊഗ്രാൽ പഞ്ചായത്തിൽ നിന്നാണ്. മൊഗ്രാൽ പഞ്ചായത്തിൽ നിന്ന് കാസർകോട്ട് നിന്ന് ട്രെയിൻ വരുമ്പോ അടുത്ത സ്റ്റോപ്പാണ് കാസർഗോഡ്. മംഗലാപുരത്ത് നിന്ന് ട്രെയിൻ വരുമ്പോ 20 മിനിറ്റ് കൊണ്ട് കുതിച്ചു പാഞ്ഞെത്തും എന്ന് പറഞ്ഞാൽ, കാസർകോട്ടെ യൂത്ത് ലീഗിന്റെ ജാഥയിൽ നിന്ന് 20 മിനിറ്റ് യാത്ര ചെയ്താൽ മാംഗ്ലൂർ സിറ്റിയുണ്ട്. ഏതാണ് മാംഗ്ലൂർ സിറ്റി? കർണാടകയിലെ എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട സഹോദരിയുടെ തലയിൽ നിന്ന് തട്ടമൂരിയ മാംഗ്ലൂർ സിറ്റി. മംഗലാപുരത്തെ ആ പെൺകുട്ടിയെ തേടി യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ പോയി. അവിടുത്തെ പ്രാദേശിക കോണ്ടാക്റ്റുകൾ എടുത്ത് ആ പെൺകുട്ടിയുടെ വീട് തേടി അന്വേഷിച്ചു. ആ പെൺകുട്ടിക്ക് വേണ്ടി അഭിഭാഷകനെ വെക്കാൻ, കേസ് നടത്താൻ യൂത്ത് ലീഗ് ആഗ്രഹിച്ചതായിരുന്നു. കാരണം അപലപിച്ച് തിരിച്ചു പോരാനായിരുന്നില്ല, നിയമ പോരാട്ടം നടത്താൻ പെറ്റീഷൻ ഉണ്ടാക്കി. ബംഗളൂരുവിലെ ഏറ്റവും മിടുക്കനായ ഒരു അഭിഭാഷകനെ ഞങ്ങൾ തെരഞ്ഞുപിടിച്ചു കണ്ടെത്തി. ബംഗളൂരു രാഷ്ട്രീയം എന്ന് പറയുന്നത്, മുസ്ലിം ലീഗും യൂത്ത് ലീഗും രാഷ്ട്രീയം പറയുന്ന കാലത്ത് രാഷ്ട്രീയം ഹലാലല്ലാത്തവരുണ്ടായിരുന്നു. ഞങ്ങളെ അധികാരത്തിന്റെ ഊരു ചുറ്റി നടക്കുന്നവരായി ഞങ്ങളെ സങ്കല്പിച്ചവരുണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? നിങ്ങളുടെ കോളേജുകളുടെ, സ്കൂളിന്റെ കവാടത്തിന്റെ മുമ്പിൽ അഡ്മിഷൻ ഓപ്പൺസ് എന്ന ബോർഡ് കാണാറുണ്ട്. കർണാടകയിലെ മംഗലൂരിലെ കോളേജിന്റെ ബാനറിൽ കാണുന്നത് അഡ്മിഷൻ ഓപ്പൺസ് എന്നതല്ല, ഹിജാബ് അണിഞ്ഞവരെ, നിങ്ങൾക്ക് ബികോമിന് അഡ്മിഷൻ എടുക്കാം. 10ാം ക്ലാസ് പാസ്സായിട്ടല്ല. നമ്മൾ ക്വാളിഫിക്കേഷൻ പറയും. ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് റിക്വയർഡ് ക്വാളിഫിക്കേഷൻ പറയും. കർണാടകയിലെ കോളേജുകൾ നിരത്തുന്ന ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സാകണം, +2 പാസ്സാകണം. പിന്നെയോ വേഷത്തിൽ ഹിജാബ് പാടില്ല എന്ന് നിർദ്ദേശം വെച്ച് ഒരു നാട്ടിലെ ജനങ്ങളെ വിദ്യാഭ്യാസത്തിന്റെ വിവേചനത്തിന്റെ ഭീകരമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോ മംഗലാപുരത്തെ ഫാത്തിമ എന്ന പെൺകുട്ടിയെ തേടിപ്പോയി പെറ്റീഷൻ ഉണ്ടാക്കി. ബാംഗ്ലൂരിലെ ഹൈക്കോടതിയിൽ കിട്ടാവുന്ന മിടുക്കനായ അഭിഭാഷകനെ വെച്ച് യൂത്ത് ലീഗ് നിയമ പോരാട്ടത്തിനൊരുങ്ങി. ആ പെറ്റീഷൻ പോക്കറ്റിലിട്ട് മംഗലാപുരത്തെ എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട പെങ്ങളുടെ വീട് തേടി നമ്മൾ ചെന്നു. അവിടെ ചെന്നു ആ കുട്ടിയോട് കാര്യം പറഞ്ഞു. അവൾ സങ്കടപ്പെട്ടു. കോളേജിൽ നിന്ന് ഹെഡ്മാസ്റ്റർ, പ്രിൻസിപ്പൾ സർക്കുലർ അയക്കുകയാണ്. അടുത്ത വെക്കേഷന് തിരിച്ചു വരുമ്പോ മക്കനെ ഇട്ട് വരരുതേ എന്ന് പറയുകയാണ്. മക്കനെ ഇട്ട് ചെന്നു അവള്. മാഷ് പറഞ്ഞു, ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റൂല സാർ,
ഞാൻ പുറത്തു നിൽക്കാം. ആ പെൺകുട്ടിയുടെ മുമ്പിൽ BSc ഫിസിക്സ് പഠിക്കുന്ന അവസാന വർഷ വിദ്യാർത്ഥിയുടെ മുമ്പിൽ 2 ഓപ്ഷനായിരുന്നു. 1 മക്കനയുടെ കൂടെ നിൽക്കണോ, 2 ഫിസിക്സിന്റെ കൂടെ നിൽക്കണോ. ഭൗതിക ശാസ്ത്രവും ഫിസിക്സും പഠിച്ചാൽ മക്കനയൂരലാണ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരെ, എസൻസിന്റെയും യുക്തിവാദികളുടെയും സംഘപരിവാരത്തിന്റെ ഐഡിയോളജിയെ ഒളിച്ചു കടത്തുന്ന കേരളത്തിലെ യുക്തിവാദ സംഘപരിവാറിസത്തിന്റെ വേദിയിൽ പോയി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലേബലിൽ കേരളത്തിന്റെ നവോത്ഥാനം മറന്നു മുസ്ലിം കുട്ടികളുടെ നവോത്ഥാനം എന്ന് പറയുന്നത് മക്കനഴിക്കലാണ് എന്ന് പ്രസംഗിക്കുന്ന പരമബോറന്മാരെ ഞങ്ങൾ കർണാടകയിലെ മാംഗ്ലൂരുവിലെ പെൺകുട്ടിയെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. മലപ്പുറത്തെ കുട്ടിയെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. മംഗലാപുരത്തെ കുട്ടി BSc ഫിസിക്സിന് ക്ലാസ് മുറിയിൽ പോകണോ, മക്കനഴിച്ചു വെക്കണോ? ആ പെൺകുട്ടിയുടെ ഉള്ളം പിടഞ്ഞ് അവളുടെ മനസാക്ഷി പറഞ്ഞു, വിശ്വാസത്തിന്റെ കൂടെ നിൽക്കാൻ, സംസ്കാരത്തിന്റെ കൂടെ നിൽക്കാൻ, സ്വത്വത്തിന്റെ കൂടെ നിൽക്കാൻ, ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയാണ് ഞങ്ങൾ. ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഉത്തമമായ അംഗം പള്ളയല്ല എന്ന് യൂത്ത് ലീഗ് കരുതുന്നു. വിശപ്പ് പരിഹരിക്കുന്നതോടെ ഒരു മനുഷ്യന്റെ പ്രശ്നം തീരുമെന്ന് യൂത്ത് ലീഗ് വിശ്വസിക്കുന്നില്ല. അവന് മനസ്സുണ്ട്, അവന്റെ മനസാക്ഷിയുണ്ട്, അവന്റെ അന്തസ്സുണ്ട്, അവൻ ആത്മാവുണ്ട്, അവന്റെ ചിന്തയുടെ ലോകമുണ്ട്. ആ ഭാവനയുടെ ലോകത്ത് ഈ പെൺകുട്ടി ഒന്ന് സങ്കല്പിക്കുകയാണ്, ഒന്ന് സഞ്ചരിക്കുകയാണ്. പ്രിൻസിപ്പൽ ഓപ്ഷൻ വെച്ചു, മോളെ ക്ലാസ്സിലിരിക്കാം, BScയുടെ ഒറ്റ സെമസ്റ്റർ മാത്രം ബാക്കിയാകുന്നു, വേണമെങ്കിൽ ഒരു കോംപ്രമൈസ് ആകാമായിരുന്നു. പക്ഷെ അവൾ പറഞ്ഞു, സാർ എനിക്ക് BSc ഫിസിക്സ് പഠിക്കണം, പക്ഷേ കുഞ്ഞുനാൾ മുതൽ, ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ ഈ ഉടയാട ഞാൻ അഴിച്ചിട്ടില്ല. അതെന്റെ വിശ്വാസമാണ്, അതെന്റെ കർമ്മമണ്ഡലമാണ്, അതെന്റെ പൊക്കിൽ കൊടി ബന്ധമാണ്, ഞാൻ അഴിച്ചു വെക്കൂല്ല എന്ന് പറഞ്ഞപ്പോ പ്രിൻസിപ്പൽ സങ്കടത്തോടെ പറഞ്ഞു, ഇതെഴുതിയ ലേഖകൻ പറയുന്നുണ്ട്, ഇതെഴുതിയ ഈ പെൺകുട്ടിയെ ആദ്യം ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന ഒരു പത്രലേഖിക ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത് ഇടവേളയിൽ ഫാത്തിമ എന്ന പെൺകുട്ടിയുടെ ജോലി മെഹന്തി അണിയലാണ്. എന്റെ കയ്യിൽ മെഹന്തി അണിയാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ടാണ് ഒരു പത്രക്കാരി അവരെ കാണാൻ ചെല്ലുന്നത്. അല്ലെങ്കിൽ അവൾ അനുവദിക്കില്ലായിരുന്നു. കോളേജിന്റെ പുറത്തു നിൽക്കുന്നു, ക്ലാസ് മുറിയുടെ പുറത്തു നിൽക്കാൻ പ്രിൻസിപ്പൽ പറയുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്ക്, കുറ്റ്യാടിയിലെ ജനങ്ങളെ, ലീഗ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നത് ഒരു അനുഷ്ഠാനമാണോ, ഒരു ആചാരമാണോ, ഒരു പാരമ്പര്യമായി നിങ്ങൾ കൊണ്ട് നടക്കുന്നതാണോ ലീഗ്? എങ്കിൽ വെറുപ്പിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് ഈ രാത്രിയുടെ നിശബ്ദതയിൽ ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുമ്പോ ഇന്ത്യയുടെ വെറുപ്പിന്റെ ഭൂപടത്തിൽ നിന്ന് ഒരു ഫാത്തിമയുടെ ചിത്രം ഞങ്ങൾ അടർത്തിയെടുക്കുമ്പോ ഈ മംഗലാപുരത്തെ ഗല്ലയിൽ നിന്നാണ് ആ പെൺകുട്ടി സങ്കടം അനുഭവിച്ചത്. കോളേജിന്റെ വരാന്തയിൽ ക്ലാസ് മുറിയുടെ പുറത്ത് ഫിസിക്സിന്റെ ക്ലാസ് അകത്ത് നടക്കുമ്പോ ഹിജാബിട്ട ഈ പെൺകുട്ടി ചെവി കൂർപ്പിച്ച് പുറത്ത് നിന്ന് നോട്ടെഴുതുകയാണ് നിശബ്ദമായി. ഫാത്തിമ നിങ്ങളുടെ മകളാണ്, ഫാത്തിമ എന്റെ പെങ്ങളാണ്, ഫാത്തിമ നമ്മുടെ സഹോദരിയാണെന്ന് സങ്കല്പിച്ച് നമ്മുടെ ഭാവനയിലേക്ക് അവളുടെ ചിത്രത്തെ ഒന്ന് സ്വാംശീകരിക്കുക. വെറുപ്പിന്റെ ഭൂപടം കൊണ്ട് രാജ്യത്തെ മുടിക്കാൻ BJP-കാരൻ ശ്രമിക്കുമ്പോ ഫാത്തിമയെ ഞങ്ങൾ ഉദ്ധരിക്കുന്നു. പുറത്തു നിന്ന് അവൾ പുസ്തകം എഴുതുമ്പോ ജയ് ബോലോ ജയ് ശ്രീറാം എന്ന് പറഞ്ഞ് ABVP-യുടെ ഗുണ്ടപ്പട പാഞ്ഞടുക്കുകയാണ്. രാമൻ വാക്കിനർത്ഥം രമിക്കലാണ്, സന്തോഷിക്കലാണ്, ആനന്ദിക്കലാണ്, ആഹ്ലാദിക്കലാണ്. പക്ഷേ ജയ് ശ്രീറാം എന്ന് പറയുന്ന രാമൻ ഈ രാജ്യത്തിലെ മുസ്ലിം സമുദായത്തിന്റെ അടിവയറിലേക്ക് കടാര കുത്തിയിറക്കി അവന്റെ കുടൽമാലകൾ പുറത്ത് പറിച്ചെടുക്കാനുള്ള വേദമന്ത്രമായി മാറുമ്പോ പ്രതികരിക്കേണ്ടത് യൂത്ത് ലീഗ് അല്ല. എന്റെ പ്രിയപ്പെട്ട ഹിന്ദു സുഹൃത്തുക്കളെ, നിങ്ങളാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. അല്ലാഹു അക്ബർ എന്ന വാക്ക് ഐസിസിന്, അല്ലാഹു അക്ബർ എന്ന വാക്ക് താലിബാന്, അല്ലാഹു അക്ബർ എന്ന വാക്ക് ഈ രാജ്യത്തിലെ തീവ്രവാദികൾക്ക് ഹിന്ദുവിന്റെ കുടൽമാല പുറത്തെടുക്കാനും അവന്റെ ശിരസ് അടിച്ചു തകർക്കാനും ഉപയോഗിച്ചാൽ മുസ്ലിം വിശ്വാസികൾ തെരുവിലിറങ്ങും, മുസ്ലിം യൂത്ത് ലീഗ് തെരുവിലിറങ്ങും. ഓരോ വിശ്വാസിയും അല്ലാഹു അക്ബർ എന്ന അചഞ്ചലമായ പ്രഖ്യാപനത്തെ, അഖില പ്രപഞ്ചത്തിന്റെയും അധിനാഥനായ അല്ലാഹുവിന്റെ തമ്പുരാന്റെ ഈ അപദാനത്തെ ഏറ്റവും വലിയ ആക്രോശത്തിന് ഉപയോഗിച്ചാൽ വിശ്വാസികൾ ഇറങ്ങണം. ജയ് ശ്രീറാം എന്ന വാക്ക് ഈ നാട്ടിൽ അന്തസ്സുള്ള ഹിന്ദു സഹോദരങ്ങളുണ്ടോ? സനാതന ധർമ്മത്തോട് കൂറുള്ള ഈ രാജ്യത്തിലെ ഹിന്ദുക്കളുണ്ടോ? ഞങ്ങൾ അവരോട് പറയട്ടെ, RSSനെ എതിർക്കുക എന്നത് യൂത്ത് ലീഗുകാരന്റെ രണ്ടാമത്തെ കർമ്മമാണ്. ഞങ്ങളുടെ ഒന്നാമത്തെ കർമ്മം വിശുദ്ധ ഖുർആനെ, പ്രവാചക തിരുമേനിയെ, വിശ്വാസത്തിന്റെ പ്രമാണങ്ങളെ തീവ്രവാദത്തിന് വേണ്ടി, ഭീകരവാദത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ അവരെ എതിർക്കലാണ് ഞങ്ങളുടെ ഒന്നാമത്തെ കർമ്മം. RSSനെ എതിർക്കാൻ ഞങ്ങൾക്ക് മാത്രം ബാധ്യതയുള്ളതല്ല. RSSനെ 130 കോടി ഇന്ത്യയിലെ ഈ രാജ്യത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ബാധ്യതയാണ്.
ലോകത്തിലെ ഏറ്റവും വലിയ കൊടുംഭീകര സംഘടന ഏതാണ് എന്ന് ചോദിച്ചാൽ 2 വട്ടം ഞങ്ങൾക്ക് ആലോചിക്കണ്ട, 1 വട്ടം 2 വട്ടം 3 വട്ടം രാഷ്ട്രീയ സ്വയം സംഘ് പരിവാർ, രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്ന RSS ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുംഭീകര സംഘടന എന്ന് അഭിപ്രായം പറഞ്ഞു വെക്കാൻ വെറുപ്പിനെതിരെയുള്ള ക്യാമ്പയിനിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ഫാത്തിമ അവരുടെ തട്ടത്തിനു നേരെ മംഗലാപുരത്ത് ജയ് ശ്രീറാം വിളിച്ച് ABVP ഗുണ്ടകൾ പാഞ്ഞെടുക്കുകയാണ്. പ്രിൻസിപ്പൾ വന്നു, മോളെ നീ ലൈബ്രറിയിലേക്ക് പോകണമെന്ന് പറയുകയാണ്. ലൈബ്രറിയിൽ പോയിരുന്നു ഫാത്തിമയോട് ABVP ഗുണ്ടകൾ പറഞ്ഞു, സാർ ക്യാമ്പസിനകത്തു വരാൻ പാടില്ല, ഈ കലാലയത്തിന്റെ കവാടം കടക്കണമെങ്കിൽ തലയിലെ തട്ടമൂരി നിങ്ങൾ അകത്തു കടക്കണം എന്ന് പറയുന്ന ഭീകരത മംഗലാപുരത്ത് നിന്നാണ്. ഒന്ന് വണ്ടി ആഞ്ഞു ചവിട്ടിയാൽ കുറ്റ്യാടിക്കാരെ, പെരുന്നാൾ വന്നാൽ ഓണം വന്നാൽ നിങ്ങളുടെ ലെഷർ ട്രിപ്പ് പോകുന്ന ബംഗളൂരുവിലെ ദ ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഉദ്യാന നഗരം എന്നറിയപ്പെടുന്ന ബംഗളൂരുവിൽ നിന്നാണ്, മംഗലാപുരത്തു നിന്നാണ്. ഞാൻ പറഞ്ഞു വന്നത് ഫാത്തിമയെ പറയാനല്ല, ഇത് നിരാശയാണ്. യൂത്ത് ലീഗ് ചെന്നപ്പോ ഞാൻ ഫാത്തിമയോട് പറഞ്ഞു, മോളെ ഒപ്പിട്, നിന്റെ പരാതിയിൽ നീ ഒപ്പിടണം, അത് ഈ രാജ്യത്തിന്റെ കോടതികളുടെ താല്പര്യമാണ്. ഞങ്ങളോട് ചോദിക്കും നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന്. അപ്പോൾ ഈ നീതി നിഷേധത്തിനിരയായ പെൺകുട്ടിക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് ഞങ്ങൾക്ക് പറയണം. എല്ലാ പെറ്റീഷനും ഡ്രാഫ്റ്റ് ചെയ്ത് ഫാത്തിമയോട് അവളുടെ സങ്കടം പറഞ്ഞ് ഒപ്പിടാൻ പറഞ്ഞപ്പോ ഒപ്പിടൂല്ല എന്നവൾ ഞങ്ങളുടെ മുമ്പിൽ വാശി പിടിക്കുകയാണ്. ഞാൻ ഒപ്പിട്ടാൽ എൻ്റെ പേരെഴുതണ്ടേ, സൺ ഓഫ് എഴുതണ്ടേ, ഇനീഷ്യൽ എഴുതണ്ടേ, പോസ്റ്റ് ഓഫീസ് എഴുതണ്ടേ, പിൻകോഡ് എഴുതണ്ടേ, എൻ്റെ ജില്ല എഴുതണ്ടേ, എൻ്റെ ഗല്ലി എഴുതണ്ടേ. ഇത് RSSന്റെ വേട്ടനായ്ക്കൾക്ക് വഴി പറഞ്ഞു കൊടുക്കലാണ്. RSSന്റെ വേട്ടനായ്ക്കൾക്ക് വഴി പറഞ്ഞു കൊടുക്കലാണ്. കുറ്റ്യാടിയിൽ വരുമ്പോൾ, നാദാപുരത്ത് വരുമ്പോൾ ഞാനിവിടെ വന്നത് MSFന്റെ കുട്ടികളുടെ പരിപാടിക്കാണ്, UUC ആഘോഷിക്കാനാണ്, ചെയർമാൻ ആഘോഷിക്കാനാണ്. 11 കോളേജുകളിൽ 11 കോളേജിലും MSFന്റെ പ്രവർത്തകർ ജയിച്ച ആഘോഷത്തിൽ പങ്കെടുക്കാനാ ഞങ്ങൾ വരുന്നത്. എന്തേ ഇത് സംഭവിക്കാത്തത്? എന്തേ ഇത് നടക്കാത്തത്? യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ച് വെറുപ്പിനെതിരെ പറയുമ്പോ ഇത് ബുദ്ധിജീവികളുടെ താത്വികമായ ക്യാമ്പയിൻ അല്ല. ഒരു ജനതയുടെ ജീവിക്കാനുള്ള അദമ്യമായ അഭിനിവേശത്തെ ഞങ്ങൾ ഈ തെരുവുകളിൽ പറഞ്ഞു വെക്കുകയാണ് സുഹൃത്തുക്കളെ എന്ന് പറയാനാണ്. ഫാത്തിമയുടെ സങ്കടമാണത്. അവൾ ഒപ്പിടാത്തത് അവളുടെ നിരാശയാണ്, അവളുടെ സങ്കടമാണ്, അവളുടെ വേദനയാണ്. മുസ്ലിം യൂത്ത് ലീഗ് ആ നിരാശയിലേക്ക് പോകില്ല, ആ വേദനയിലേക്ക് പോകില്ല. ഫാത്തിമയുടെ സങ്കടത്തോട് ഐക്യപ്പെടുമ്പോൾ തന്നെ ഞങ്ങൾ തെരുവിൽ നിൽക്കുന്ന ചെറുപ്പക്കാരോട് പറയുകയാണ്, നിങ്ങളുടെ സംഘർഷം നിങ്ങളുടെ സംഘർഷമല്ല, നിങ്ങളുടെ വേദന നിങ്ങളുടെ വേദനയല്ല, നിങ്ങളുടെ വേദന ഈ സംഘത്തിന്റെ കൂടെ ചേര്, യൂത്ത് ലീഗിന്റെ കൂടെ അണിയായി നിൽക്ക. യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ച് കോഴിക്കോടിന്റെ തെരുവുകളിലൂടെ പോകുമ്പോ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ ഞങ്ങൾ കൊടുത്ത മെമ്പർഷിപ്പിനപ്പുറം ഞങ്ങൾ മെമ്പർഷിപ്പ് പ്രതീക്ഷിക്കുകയാണ്. ഈ നാട്ടിലെ മുഴുവൻ യൗവനത്തോടും ഇവിടുത്തെ ചെറുപ്പത്തോടും മുസ്ലിം യൂത്ത് ലീഗിന്റെ കൂടെ ചേരാൻ, ഈ പോരാട്ടത്തിന്റെ കൂടെ നിൽക്കാൻ, ഈ പ്രതിരോധത്തിന്റെ കൂടെ നിൽക്കാൻ, ഈ ധീരന്മാരായ ചുണക്കുട്ടികളുടെ കൂടെ നിൽക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. നിശബ്ദതയിലേക്ക് ഞങ്ങളില്ല, നിരാശയിലേക്ക് ഞങ്ങളില്ല, പൊരുതും. അവസാന നിമിഷം വരെ ഞങ്ങൾ ഈ തെരുവുകളിൽ പൊരുതും. ഇത് പറയുമ്പോ കുറ്റ്യാടിയിലല്ലേ, കോഴിക്കോട്ടല്ലേ, കേരളത്തിലല്ലേ, കംഫർട്ട് സോണിൽ ഇങ്ങനെ പറയാൻ പറ്റുമെന്നാണോ എതിരാളികളെ നിങ്ങൾ ഞങ്ങളെ നിരീക്ഷിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട മിഷബിന്റെ തോളിലുള്ള പതാക, പ്രിയപ്പെട്ട മൊയ്തീൻ കോയയുടെ തോളിലുള്ള പതാക, കോഴിക്കോട്ട് ജാഥ ആരംഭിച്ച് കോഴിക്കോട്ട് അവസാനിക്കുന്ന ജാഥയല്ല. ആ ജാഥ കോഴിക്കോട്ടിന്റെ തെരുവിൽ വിശ്രമിക്കില്ല. ആ പച്ചപ്പതാക കശ്മീരിലേക്ക് പോകും, ഹസ്രത്ത് ബാലിന്റെ മസ്ജിദിന്റെ അങ്കണത്തിലേക്ക് പോകും. ആ പതാക ഹരിയാനയിലേക്ക് പോകും. ആ പതാക ഉത്തർപ്രദേശിലേക്ക് പോകും. ആ പതാക മധ്യപ്രദേശിലേക്ക് പോകും. ആ പതാക ജയ്പൂരിന്റെ പിങ്ക് നഗരത്തിലൂടെ കടന്നു പോകും. ആ പതാക കന്യാകുമാരിയുടെ മുനമ്പിലൂടെ RSSന്റെ പ്രേതങ്ങൾ അലഞ്ഞു നടക്കുന്ന ഇന്ത്യയിൽ വീട്ടിൽ പോയി വിശ്രമിക്കാനല്ല യൂത്ത് ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. മോഡിയുടെ ഗുണ്ടകൾ തെരുവിൽ നിൽക്കുന്ന ആ ഗുണ്ടകളുടെ തെരുവിലേക്ക് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ സമാധാനത്തിന്റെ, ജനാധിപത്യത്തിന്റെ, പ്രതിരോധത്തിന്റെ, മൗലികാവകാശത്തിന്റെ മുദ്രാവാക്യം വിളിച്ച് രാജ്യത്തിന്റെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്. എന്തിനാണ് നിങ്ങളുടെ ജാഥ? എന്തിനാണ് നിങ്ങളുടെ പാർട്ടി? എന്തിനാണ് നിങ്ങളുടെ പതാക? ഞങ്ങൾക്ക് പറയാൻ ലീഗിന്റെ ഭരണഘടനയല്ല, ഞങ്ങൾക്ക് പറയാൻ ഒരു വേദഗ്രന്ഥം, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്. ജീവിക്കാനാണ് സുഹൃത്തെ. ശല്യപ്പെടുത്തല്ലേ. നിങ്ങളുടെ ചോദ്യമൊന്നും ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് പലസ്തീൻ തമാശയാണ്, നിങ്ങൾക്ക് വഖഫ് തമാശയാണ്, നിങ്ങൾക്ക് മുസ്ലിം ഇഷ്യൂ തമാശയാണ്, നിങ്ങൾക്കിത് വോട്ടാണ്. സുഹൃത്തെ, ഇത് ഞങ്ങൾക്ക് ജീവിതമാണ്. ഞങ്ങളുടെ പെങ്ങൾ
തട്ടമിടാൻ കഴിയാതെ കോളേജിൽ പോകുന്നില്ല. ഞങ്ങളുടെ ഉമ്മക്ക് വീട്ടിൽ അടുക്കളയിൽ ബീഫ് പാകം ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ പഹലൂഖാന് പശുവുമായി തെരുവിലൂടെ നടന്നു പോകാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട അഖ്ലാഖിന് വീട്ടിൽ ഒരു പാത്രം ഇറച്ചി കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജുനൈദിന് തൊപ്പിയിട്ട് ട്രെയിനിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്നില്ല. തമാശയല്ല സുഹൃത്തെ, ജീവിക്കാനുള്ള കൊതിയാണ്. ആ കൊതിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്.